പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരിക്കലും നമ്മൾക്ക് പരാജയം സംഭവിക്കില്ല എന്ന് പറഞ്ഞ ഈ ജീവിതത്തിൽ നമുക്ക് പരാജയം തീരെ സംഭവിക്കാതിരിക്കാൻ മുറുകെ പിടിക്കാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യമേതെന്നറിയോ? അതേ സൂറത്തു മറിയമിലൂടെ അല്ലാഹു പറയുകയാണ്, വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയാ. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റിയാണ് എങ്കിൽ ഇവിടെ സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു പറയുകയാണ്. സക്കരിയാ നബി പറഞ്ഞുവത്രേ, വലം നകും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവേ, നിന്നോട് ദുആ ചെയ്തതിന്റെ പേരിൽ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. നിന്നോട് ദുആ ചെയ്തതിന്റെ പേരിൽ ഞാൻ എങ്ങും പരാജയപ്പെട്ടിട്ടില്ല. മുസ്ലിം ഉമ്മത്തേ, രണ്ടാമത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്, അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അതേ മറിയമിലൂടെ അല്ലാഹു പറയുകയാണ്, വലം നകും ബിദുആഇക റബ്ബി ശഖിയാ. പടച്ചവനെ, നിന്റെ മുമ്പിൽ കൈകൾ നീട്ടിയിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. നിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയതിന്റെ പേരിൽ ഞാൻ എങ്ങും പരാജയപ്പെട്ടു പോയിട്ടില്ല. എന്റെ ചെറുപ്പക്കാരാ, മനസ്സിനകത്ത് വേദനയാണോ? ശരീരത്തിൽ താങ്ങാൻ പറ്റാത്ത രോഗമാണോ? സാമ്പത്തികമായി നീ കച്ചവടമില്ലാതെ കടപ്പിന്റെ മേലെ കടമായി നീ വെപ്രാളത്തിലാണോ? നീട്ടു പൊന്നു മോനെ, നിന്റെ കരങ്ങൾ അല്ലാഹുവിലേക്ക്, പടച്ചതമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് ദുആ ഇറക്കുമോ? അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയും, ഒരാളും ദുആ ചെയ്യുന്നതോടൊപ്പം പരാജയപ്പെട്ടു പോകില്ല. ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാലും അല്ലാഹു ഉണർന്നിരിക്കുകയാ. പടച്ചവന് ഉറക്കമില്ല, അവന് മറതിയില്ല. അവൻ നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് രാത്രിയുടെ മൂന്നാം യാമത്തിൽ നമ്മളോട് ചോദിക്കുകയാണ്, ആരാ എന്നോട് ചോദിക്കുന്നത്? സങ്കടങ്ങൾ പറയാനുള്ളതാർക്കാ? അവന്റെ സങ്കടങ്ങളെ ഞാൻ മാറ്റിക്കൊടുക്ക. ആരാ എന്നോട് പ്രയാസങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്? ഞാൻ മാറ്റിക്കൊടുക്ക. ആരാ തകർന്നു പോയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ അവനെ രക്ഷപ്പെടുത്താ. ആരാണ് എന്നോട് പാപം പൊറുക്കലിന് ചോദിക്കുന്നത്? ഞാൻ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാ. കടലിന്റെ പത പോലെ, കടലിന്റെ നുരയോളം അവന് പാപങ്ങൾ ചെയ്തു കൂട്ടിയാലും അവന്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുആ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് പ്രയാസങ്ങൾ മാറ്റിട്ടെന്നെങ്കിൽ സങ്കടങ്ങൾ വേണ്ട. ഒരു വലിയ മഹാനുഭാവന്റെ ഒരു നസീഹത്തിൽ മഹാനവറുകൾ പറഞ്ഞതെന്തെന്നറിയോ? എത്ര ചോദിച്ചാലും അല്ലാഹു ഉത്തരം തന്നില്ലെങ്കിൽ അവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ അല്ലാഹുവിനോടൊരു കാര്യം ചോദിക്കുന്നു, പടച്ചവനെ, ഞാൻ കടക്കെണിയിലാണ്, എന്റെ കടം നീ മാറ്റി തരണമെന്ന് ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു എനിക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം നൽകിക്കൊണ്ട് എന്റെ കടം മാറ്റിയാൽ പിന്നെ ഞാൻ എന്റെ റബ്ബിനോട് കടം മാറ്റാൻ ദുആ ചെയ്യില്ലല്ലോ. കാരണം അല്ലാഹുക്ക് ദുആ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ് ചോദിക്കുമ്പോൾ അല്ലാഹു തരാതിരിക്കുക എന്നുള്ളത്. വിശ്വസിക്കാൻ നമുക്ക് കഴിയോ? ചിന്തിച്ചാ നമുക്ക് വല്ലാത്ത ഒരു ഭയമല്ലേ തോന്നുക? നമ്മൾ ചോദിക്കുമ്പോ ആ നിമിഷം അല്ലാഹു ഉത്തരം തന്ന നമ്മൾ പെട്ടെന്ന് തന്നെ ചോദ്യം അവസാനിപ്പിക്കുമല്ലോ. പക്ഷെ നമ്മൾ അല്ലാഹു ഒന്നും തരാതിരുന്നാലോ? വീണ്ടും ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു. മജ്‌ലിസിൽ പൈസ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ച് അല്ലാഹു സ്വീകരിച്ചില്ല. അവസാനം പള്ളിയിൽ കൊണ്ടുവന്ന് കാശ് കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചു, സ്വീകരിക്കുന്നില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പള്ളിയിൽ കാശ് കൊടുത്തിട്ടും അല്ലാഹു സ്വീകരിച്ചില്ല, മജ്‌ലിസിൽ ദുആ ചെയ്യിപ്പിച്ചിട്ടും അല്ലാഹു സ്വീകരിച്ചില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. പാതിരാത്രി കിടന്നുറങ്ങുമ്പോൾ അലാറം വെച്ചൊന്ന് എഴുന്നേറ്റ് തഹജ്ജുദിന്റെ സമയത്ത് ഒളുവെടുത്തുകൊണ്ട് നമസ്കാരപ്പായ വിരിച്ച് എന്റെ റബ്ബ് ഞാനും മാത്രമായി ഒരു ആശയവിനിമയം നടത്തിയിട്ട് തഹജ്ജുദിന്റെ സമയത്ത് ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കാം. ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു പെട്ടെന്ന് തരണമെന്നില്ല. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? നാളെയും തഹജ്ജുദിന് എഴുന്നേൽക്കാൻ അല്ലാഹു ആഗ്രഹിക്കുകയാ. അത്രത്തോളം നമ്മളിൽ അല്ലാഹു സംതൃപ്തനാ. നേരെ മറിച്ച് സൃഷ്ടികൾ
സഖികളോടൊന്ന് ചോദിച്ചു നോക്ക്. ഇന്നലെ ഇവിടെ പ്രവാചകൻ 50,000 ചോദിച്ചു കൊടുത്തു, 10,000 ചോദിച്ചു കൊടുത്തു, 5,000 ചോദിച്ചു കൊടുത്തു. ഇന്നും വരുന്ന ആള് ചോദിക്കുകയാണ്, ആരാ 10,000 കൊടുക്കാനുള്ളത്? ഇന്നും ഒരു പക്ഷേ കൊടുത്തെന്നിരിക്കും. നാളെയാണെങ്കിൽ ദേഷ്യം വരുന്നു. എന്നും പിരിവാണോ, എന്നും പിരിവാണോ? നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന ഒരാള് കതകിന് മുട്ടുകയാണ്. നമ്മൾ കതക് തുറന്നപ്പോൾ സാധുവാണ്, ബലഹീനനാണ്, പാപിയാണ്. വല്ലാതെ പാപം തോന്നുന്നു. കണ്ടാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, സങ്കടമാണ്. നമ്മൾ അയാൾക്ക് 500 രൂപ കൊടുത്തു. പിറ്റെന്നും അതേ സമയമായപ്പോൾ അയാള് കതകിന് മുട്ടുകയാ. നമ്മൾ കതക് തുറന്നപ്പോൾ ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ്. നമ്മൾ 100 രൂപ എടുത്തങ്ങ് കൊടുക്കുന്നു. 3-ാം ദിവസം കതകിന് മുട്ടുമ്പോൾ അതേ ആള് തന്നെയാ. നമ്മൾ ഒന്നും കൊടുക്കൂല, പാട്ടിപ്പായിപ്പിക്കുന്നു. 4-ാം ദിവസം വീണ്ടും വന്ന് കതകിന് മുട്ടുമ്പോൾ അയാളെ നമ്മൾ പടിയടച്ച് പിണ്ടം വെക്കുകയാ. ഇനി അവനെ വീട്ടിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ആക്രമിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്ത ഒരു അകൽച്ച തോന്നി പോകുന്നു. എന്നാൽ പടച്ചവൻ അങ്ങനെയല്ല. ഇന്ന് റബ്ബിനോടൊരു കാര്യം ചോദിച്ചാൽ അവന് നമ്മളോട് താല്പര്യം കൂടുകയാ. വീണ്ടും ചോദിച്ചാൽ വീണ്ടും താല്പര്യം കൂടുകയാ. അങ്ങനെ ചോദിച്ച് ചോദിച്ച് എത്രത്തോളം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ? അല്ലാഹു യഗ്ലിബു ഇൻ തറക്ത സുആലഹു വതറബ്ന ആദമ ഹീന യുസ്അലു യഗ്ലിബു. അള്ളാഹുവിനോട് ചോദിക്കുന്തോറും നമ്മളോട് ഇഷ്ടം കൂടുകയാ. നേരെ മറിച്ച് പടപ്പുകളോട് ചോദിക്കുന്തോറും ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാ. നമ്മുടെ പടച്ചവനും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം അതല്ലേ? അത് പ്രിയപ്പെട്ടവരോടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്നിലധികം പ്രാവശ്യം ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരൂലേ? എന്നാൽ സർവാധിപതിയായ അല്ലാഹ് തോടാറിൽ നിന്ന് കേൾക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട കന്നഡയുടെ മക്കളെ, ഒരു കാര്യം നിങ്ങൾക്കറിയണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അള്ളാഹു ഏത് സമയത്തും ആഗ്രഹിച്ചിരിക്കുകയാ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിക്കിട്ടും ചോദിച്ചാലും അല്ല തരാൻ മനസ്സുള്ളവനാ. തരാൻ അവന്റെ ഖജനാവില് ബാക്കിയാണ്. പക്ഷെ എന്താണല്ല തരാത്തത്? നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. പിന്നെയോ അവൻ നമുക്ക് തരാത്തത് അവന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. വീണ്ടും വീണ്ടും ചോദിക്കട്ടെ, കടയിൽ നിന്ന് മിഠായി വാങ്ങി വന്ന പൊന്നുമക്കളോട് അടുത്തെത്തുമ്പോൾ വാപ്പാ തരുവോ? ആ സമയത്ത് നമ്മൾ കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് നമ്മൾ പറയും ഒരു മുത്തം തരുവോ? എന്നാ തരാ. അങ്ങനെ ഓടി വന്ന് നമ്മുടെ കവിളത്ത് നമ്മുടെ പൊന്നുമക്കൾ മുത്തം തന്നു. ആ സമയത്ത് നമ്മൾ കൊടുക്കൂല. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നു ഒരു ഉമ്മ കൂടി തരുവോ? എന്നാ തരാ. അങ്ങനെ മക്കളെ രണ്ടാമത്തെ ഉമ്മ കൂടി തന്നു. നമ്മൾ കൊടുക്കോ ഇല്ല. വീണ്ടും പറയും ഇവിടെ തരുവോ, ഇവിടെ തരുവോ. എവിടെയെല്ലാം നമ്മുടെ അരുമ സന്താനത്തിൽ നിന്ന് ഉമ്മ വാങ്ങാൻ പറ്റുമോ, മുത്തം വാങ്ങാൻ പറ്റുമോ? അതെല്ലാം നമ്മൾ വാങ്ങിയിട്ടല്ലേ നമ്മൾ കൊടുക്കുക. ആദ്യമേ നമ്മുടെ പൊന്നുമക്കൾ ചോദിച്ചപ്പോൾ കൊടുക്കാത്തത് ദേഷ്യം കൊണ്ടാണോ? അല്ല, ആ മക്കളോടുള്ള നമ്മുടെ താല്പര്യത്തിന്റെ കൂടുതൽ കൊണ്ടല്ലേ. ഇതുപോലെയാണ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ല തരാത്തത്. അല്ല ഒരിക്കലും ക്രൂരനല്ല. അള്ളാഹു ഒരിക്കലും ക്രൂരതയുടെ പര്യായമല്ല. ചോദിക്കുന്ന ആരെയും അല്ല തള്ളിക്കളയൂല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയിട്ടുള്ള പരാമർശത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് പറഞ്ഞത് വലം നകും ബിദുആഇക റബ്ബി ശഖിയാ. പടച്ചവനെ, നിന്നോട് ചോദിച്ചതിന്റെ പേരിൽ എന്നും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ഒരിടത്തും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല റബ്ബേ. ഇതിന്റെ പശ്ചാത്തലം അറിയോ സഹോദര? ജീവിതത്തിൽ ഒരു സന്താന സൗഭാഗ്യമില്ലാതെ പോയതിന്റെ പേരിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വൃദ്ധനായി ഈ സന്താനങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിലോ തന്റെ പ്രിയപ്പെട്ടവളാണെങ്കിലോ അവരുടെ പ്രത്യേകത വന്നിയാ. അവർ പ്രസവിക്കാത്ത പെണ്ണാ. ജീവിതത്തിൽ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ പിന്നെ പ്രസവിക്കുവോ? ഏതെങ്കിലും ഒരു പെണ്ണിന് ഗർഭാശയമില്ലെങ്കിൽ അവൾ പ്രസവിക്കുവോ? ഏതെങ്കിലും ഒരു പെണ്ണ് ഗർഭപാത്രമില്ലാത്ത പെണ്ണ് പ്രസവിക്കുമോ? അതുപോലെയാണ് ഗർഭപാത്രമുണ്ടെങ്കിൽ പോലും ഇനി പ്രസവിക്കൂല എന്ന വിധി എഴുതപ്പെട്ട ഒരു പെണ്ണ്, ആ പെണ്ണ് ഒരിക്കലും പ്രസവിക്കൂലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്
എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആഖിറ, അവള് പ്രസവിക്കാത്തവളാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ നിലക്ക് സക്കരിയ നബിയുടെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്. സക്കരിയ നബിയാണെങ്കിലോ പ്രായം ഒരുപാട് ചെന്ന ആളാ. എന്നിട്ടും അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, എങ്ങനെയാണ് റബ്ബിനോട് ചോദിച്ചതെന്നറിയോ? ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ, പതുക്കെ പതിഞ്ഞ സ്വരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുകയാ. എന്താണ് അങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചതെന്നറിയോ? അടുത്താരെങ്കിലും നിൽക്കുകയാണെങ്കിൽ കേട്ടാൽ നാണക്കേടല്ലേ? പ്രായം ഇത്രയുമായിട്ട് 80ഓളം വയസ്സ് കഴിഞ്ഞിട്ട് ഭാര്യ പ്രസവിക്കാത്ത മലടിയായ മച്ചി പെണ്ണായി മാറിയിട്ട് അല്ലാഹുവിനോട് ഞാൻ എങ്ങനെയാണ് സന്താനങ്ങളെ ചോദിക്കുക? അതുകൊണ്ട് തന്നെ ആളുകളെ കേട്ടാൽ നാണക്കേടല്ലേ? അതുകൊണ്ട് ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ, വളരെ പതിഞ്ഞ സ്വരത്തിൽ സക്കരിയ നബി റബ്ബിനോട് ചോദിച്ചിട്ട് അവസാനം, അല്ലാഹുവേ, വലം നകും ബിദുആഇക റബ്ബി ശഖിയാ, ഒരിക്കലും നിന്നോട് ഞാൻ ദുആ ചെയ്തിട്ട് ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു സന്താനത്തെ തരണേ അല്ലാ. ഈ മഹാനായ സക്കരിയ നബി ദുആ ചെയ്തപ്പോൾ സക്കരിയ നബിക്ക് അല്ലാഹു സന്താനത്തെ കൊടുത്തില്ലേ മുസ്ലിമേ? സക്കരിയ നബിക്ക് സന്താനത്തെ കൊടുത്തില്ലേ? പ്രസവിക്കില്ല എന്ന് വിധി എഴുതപ്പെട്ട പെണ്ണ് പ്രസവിച്ചില്ലേ? പ്രസവിക്കാൻ അല്ലെങ്കിൽ ഉത്തേജനം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോയ പ്രായത്തിലെ ഒരു പ്രവാചകൻ, നന്ദി വയോധികനായ പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ആ പ്രവാചകൻ അല്ലാഹു തആല സന്താനങ്ങളെ കൊടുത്തു. ആ സക്കരിയ നബി എന്ന ആ പ്രിയപ്പെട്ട പിതാവിന് അല്ലാഹു സമ്മാനിച്ച പൊന്നുമോനാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല കൊടുത്തു. എന്നാലോചിച്ച് നോക്ക്, ഇപ്പൊ അല്ലാഹുവേ നീ പകലാക്കി തരണം. നടക്കൂ? ഇത് രാത്രിയല്ലേ? അതുപോലെ തന്നെയാണ് ഈസാ നബിയുടെ ജനനം പോലെയുമല്ല. മറിയം ബീവി പ്രസവിക്കാത്ത പെണ്ണല്ലല്ലോ. പക്ഷേ സക്കരിയ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ്. ആഖിറ എന്ന് പറഞ്ഞാൽ മലടി. മലടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ? പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്താ പറയാ? പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ബഞ്ച. ബഞ്ച അല്ലേ? ബഞ്ചാകുട്ടു അങ്ങനെയൊക്കെ പറയല്ലേ? ഏതായിരുന്നാലും പ്രസവിക്കാത്ത പെണ്ണാണ്. എന്നിട്ട് അല്ലാഹു തആല പ്രസവിപ്പിച്ചില്ലേ? എന്താ കാര്യം? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഒറ്റ കാര്യമാണ്, ഒറ്റ കാര്യം. വലം അകും ബിദുആഇക റബ്ബി ശഖിയാ, അല്ലാഹ്, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് ഇന്ന് വരെ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ആ ഒരു പറച്ചിലുണ്ടല്ലോ, അല്ലാഹു കേൾക്കാതിരിക്കോ? എന്റെ റബ്ബേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ അകപ്പെട്ടിരിക്കുന്ന മാനസിക വിഷമം നിന്നെ കൊണ്ടേ കഴിയൂ അല്ലാഹ് മാറ്റിത്തരാൻ. ഇല്ലെങ്കിൽ ഞാൻ മാനസിക രോഗിയായി പോകും. എന്റെ കൈ പിടിച്ചവർ അവരുടെ കൈ കൊണ്ട് എന്നെ ചങ്ങലക്കിടും പടച്ചവനെ. എന്നെ വാരി പുണർന്നവർ എന്നെ കല്ലുവാരി എറിയും പടച്ചവനെ. എന്നെ ചേർത്ത് നിർത്തിയവർ എന്നെ ഓട്ടിച്ചു വിടും പടച്ചവനെ. എന്റെ മാനസിക നില തെറ്റിക്കല്ലേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്താൽ മാനസികമായുള്ള പ്രയാസങ്ങൾ മാറി കിട്ടും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഒന്ന് പയറ്റി നോക്കുന്നേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാണിയൂർ ഉസ്താദ് അറിയില്ലേ? കൊണ്ടുവന്നിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും എല്ലാ ദുആ മജ്ലിസിലും സജീവമായ സാന്നിധ്യം. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മുഷാവറ അംഗമാണ്. മഹാനവറുകൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആയുടെ ചില മര്യാദകൾ പറയുന്ന കൂട്ടത്തിൽ ദുആയുടെ ചില നിബന്ധനകൾ വിശദീകരിക്കുമ്പോ മനോഹരമായി ദുആ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയും. നമ്മൾ ധൃതി വെക്കരുത്. പള്ളിക്കകത്ത് കയറി ഇരുന്നിട്ട് അല്ലാഹു എനിക്കത് തരണം ഇറങ്ങി നിന്നിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുക. നമ്മൾ ദുആ ചെയ്തിട്ട് പ്രതീക്ഷയൊക്കെ നല്ലതാണ്, പക്ഷേ ധൃതി വെക്കരുത്. കാരണം എന്താ? മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു.
ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇതിനെ പരാമർശിച്ചത് ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചു എന്നാണ്. മൂസാ നബിയുടെ ദുആയുടെയും ഇത് സ്വീകരിച്ചതിന്റെയും ഇടയിലുള്ള വർഷം 40 ആണെന്ന് മുഫസ്സിരീങ്ങൾ പരിചയപ്പെടുത്തി. യൂസുഫ് എന്ന പൊന്നുമോ നഷ്ടപ്പെട്ടു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മുതൽ തുടങ്ങി ദുആ. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. എപ്പോ? 40 കൊല്ലം കഴിഞ്ഞു. നമുക്കാണെങ്കിൽ 40 സെക്കൻഡ് സഹിക്കാനുള്ള ക്ഷമയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ കിട്ടണം, അല്ലേ? എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ കിട്ടണം. ഇല്ല പ്രിയപ്പെട്ടവരെ, ധൃതി വേണ്ട. അല്ലാഹു സ്വീകരിക്കും. നമ്മുടെ പടച്ചവനല്ലേ. ആര് കൈയൊടിഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ നിയമങ്ങൾ നടപ്പിലാക്കിയാലും, അത് എന്തെല്ലാം നിയമമാണെങ്കിലും, അത് നമസ്കാരമാണെങ്കിലും, അത് ബാങ്ക് വിളിയാണെങ്കിലും, അത് സുബഹിന്റെ ബാങ്കാണെങ്കിലും, എന്ത് നിയമങ്ങൾ പാസാക്കിയാലും നമ്മുടെ പടച്ചവൻ നമ്മളെ കൈയൊഴിയോ? അല്ലാഹു നമ്മുടെ സ്നേഹഭാചനമല്ലേ, പ്രേമഭാചനമല്ലേ? കൊടുത്താൽ അതുപോലെയല്ലേ, അതിനേക്കാൾ കൂടുതൽ തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിന്റെ പ്രതീകമല്ലേ അല്ലാഹു? കൊടുത്താൽ അത് മാത്രമല്ലല്ലോ അല്ല തരിക. നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ പണം കണ്ടിട്ടാ. കാശുകാരന്റെ കീശയിലെ കാശ് കണ്ടിട്ട് അവനെ ഹാജിയാരെന്ന് വിളിക്കാൻ ആളുണ്ടാകും, അവനെ സാറെന്ന് വിളിക്കാൻ ആളുണ്ടാകും, അവനെ ഇച്ഛാന്നും ഇക്കാന്നും എന്തു വിളിക്കാനും ആളുണ്ടാകും. അവന്റെ കീശയിലെ കാശില്ലേ, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കൂല, ഒരു നായ പോലും തിരിഞ്ഞു നോക്കൂല. നമ്മളെ പടപ്പുകൾ സ്നേഹിക്കുന്നത് പണത്തിന് വേണ്ടിയാ സഹോദരങ്ങളെ, പ്രശസ്തിക്ക് വേണ്ടിയാ, പദവിക്ക് വേണ്ടിയാ, അവസരങ്ങൾക്ക് വേണ്ടിയാ. പക്ഷേ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അതിലൊരു സംശയവും വേണ്ട. നിഷ്കളങ്കമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റിയ നമ്മുടെ പടച്ചവൻ മാത്രം. അള്ളാഹു ആ സ്നേഹം, അള്ളാഹുവിന്റെ ആ യഥാർത്ഥ സ്നേഹം മുഖ്ലിസായ നിലയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ടായാലും റബ്ബിലേക്ക് കൈയുയർത്ത്, അല്ലാഹ് നീ പ്രതിസന്ധി മാറ്റിത്താ. ദുആ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകൂല. മറക്കരുത് 6 കാര്യം. 1, മാതാപിതാക്കൾക്കുള്ള ഗുണം, അവരുടെ സ്നേഹം. 2, ദുആ. ദുആ ഏത് ഘട്ടത്തിൽ നമ്മൾ ദുആ ചെയ്താലും അല്ലാഹു നമ്മളെ കൈയൊഴിയില്ല. ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറയുകയാ. ഒരു മനുഷ്യൻ ഒരു കച്ചവടം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുകയാണ്. നിരവധി ഹദീസുകളിൽ ഇത് കാണാം എന്റെ പ്രിയപ്പെട്ടവരെ. ആ മനുഷ്യൻ ഇങ്ങനെ കച്ചവടത്തിൽ കിട്ടിയ ലാഭവുമായിട്ട് നടന്നു വരുമ്പോൾ മരുഭൂമി താണ്ടിയാണ് വരേണ്ടത്. ആ മനുഷ്യനതാ കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സന്ദർഭത്തിൽ ഒരാൾ വഴിയിൽ വെച്ച് ചോദിക്കുകയാണ്, ഞാനും കൂടെ വരട്ടെ, എനിക്ക് കൂടി ഒരു അവസരം തരുമോ? നിങ്ങളുടെ കുതിരപ്പുറത്ത് എനിക്ക് കൂടി ഇരിപ്പിടം തരുമോ? ഒരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ചു വന്ന അപരനായ സഹോദരൻ, പാവപ്പെട്ട ആ കച്ചവടക്കാരൻ തന്റെ കയ്യിലെ ലാഭവുമായി വരുന്ന കച്ചവടക്കാരൻ ലിഫ്റ്റ് കൊടുക്കുകയാ. അങ്ങനെ രണ്ടുപേരും കുതിരപ്പുറത്ത് യാത്ര ആരംഭിച്ചു. വിജനമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് വന്ന അപരനായ സഹോദരന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. രണ്ടാമത് ലിഫ്റ്റ് ചോദിച്ചു വന്ന ആളിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. അയാള് പെട്ടെന്ന് ഈ പാവപ്പെട്ട കച്ചവടക്കാരനായ കുതിര സവാരിക്കാരനോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് എനിക്ക് തരണം, എല്ലാം എനിക്ക് തരണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് സത്യം ചെയ്യുകയാണ്. ആ സമയത്ത് കൈകോപ്പി നിന്നുകൊണ്ട് ആ പാവപ്പെട്ട കച്ചവടക്കാരൻ പറഞ്ഞു, ഇല്ല, അരുതരുതേ, എന്റെ പ്രിയപ്പെട്ട വീട്ടുകാർക്ക് ഞാനൊരു അത്താണിയാണ്, അവരെന്നെ കാത്തിരിക്കുകയാ, അതുകൊണ്ട് എന്റെ സമ്പത്ത് കൊള്ളയടിക്കല്ലേ, ഇതെന്റെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ വേദനമാണ് എന്ന് പറയുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സലിഞ്ഞില്ല. ആ മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വത്ത് മുഴുവനും പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് കൊല്ലാൻ വേണ്ടി വാളെടുത്ത് വീശുമ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ആ യാത്രക്കാരൻ ചോദിച്ചു, എന്തായിരുന്നാലും കൊല്ലുകയല്ലേ, എന്റെ ഒരു അന്ത്യാഭിലാഷം സാധിപ്പിച്ചു തരുവോ? എന്താ അതിന്റെ അന്ത്യാഭിലാഷം എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാനാ, നമസ്കാരത്തിന് എനിക്ക് അനുവാദം തരുവോ? സലാം ഇട്ടുമ്പോ നിങ്ങൾ എന്നെ കൊന്നോ,
ആ സമയത്ത് ഈ കവർച്ചക്കാരനായ ഈ വഴിക്കൊള്ളക്കാരനായ മനുഷ്യൻ പറഞ്ഞു, പെട്ടെന്ന് നമസ്കരിച്ചോ. അയാൾ കൈകെട്ടുകയാണ്. 2 റക്അത്ത് നമസ്കരിക്കാൻ കൈകെട്ടി. ഈ പ്രതിസന്ധിയിൽ എനിക്കും നിങ്ങൾക്കുമാണ് അകപ്പെട്ടു പോയതെങ്കിൽ, ഞാനും നിങ്ങളുമാണ് അകപ്പെട്ടു പോയതെങ്കിൽ മനസ്സിന്റെ ആ ഒരു അങ്കലാപ്പൊന്ന് ശ്രദ്ധിച്ച് ഈ മനുഷ്യനതാ കൈകെട്ടുമ്പോ സുബ്ഹാനല്ലാഹ് സൂറത്തുകളെല്ലാം മറന്നുപോയി. ഒന്നും ഓർമ്മയില്ല. പേടിയാണല്ലോ, ഭയമാണ്. അടുത്ത നിമിഷം വിജനമായ 7 അയൽപക്കത്ത് പോലും ഒരു മനുഷ്യന്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഈ വിജനമായ മരുഭൂമിയിൽ വെച്ച് തന്നെ കൊന്നുകളയുമെന്ന പേടി വന്നപ്പോൾ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒന്നായത്തും ഓർമ്മയില്ല. പക്ഷെ ഒരൊറ്റ ആയത്ത് ഓർമ്മയുണ്ട്. ഏതായത്താണ്? സൂറത്തുൻ നംലിലെ ആയത്ത്. അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ, അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ. ഏതെങ്കിലും അപകടത്തിൽ പെട്ടുപോയവന് ദുആ ചെയ്യുമ്പോ അവന് ഉത്തരം കൊടുക്കുന്നവനാരാ? ഈ അർത്ഥം വരുന്ന സങ്കീർണമായ ഏതെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിയ അവൻ ഉത്തരം കൊടുക്കുന്നത് അല്ലാഹു അല്ലാതെ പിന്നെ ആരാണെന്ന് അർത്ഥം വരുന്ന സൂറത്തുൻ നംലിലെ 63-ാമത്തെ ആയത്ത് മഹാനായ മനുഷ്യന് ഓർമ്മ വന്നു. 2 റക്അത്തിലും അത് തന്നെ ആവർത്തിച്ച് ഓതുകയാ. സലാം വീട്ടി നോക്കുമ്പോ താൻ അടുത്ത നിമിഷം കൊല്ലപ്പെടുകയാ. അല്ലാഹുവേ, എവിടുന്നോ ഒരു കുതിര സവാരിക്കാരൻ അവിടെ എത്തുകയാ. മരുഭൂമിയുടെ വിജനതയിൽ അതാ ഒരു കുതിര സവാരിക്കാരൻ വന്നു. ഈ കൊലയാളിയായ കൊള്ളക്കാരനായ വഴിക്കൊള്ളക്കാരനായ ലിഫ്റ്റ് ചോദിച്ചു വന്ന അപരനായ ആ മനുഷ്യന്റെ നെഞ്ചത്തേക്ക് കുന്തം കുത്തി ഇറക്കിയിട്ടവനെ കൊന്നുകളയുകയാ. ഈ മനുഷ്യൻ ചോദിച്ചു കുതിര സവാരിക്കാരനോട്, നിങ്ങളാരാണ്? നിങ്ങളാരാ? ഈ മരുഭൂമിയിൽ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന നിങ്ങളാരാ? ആ സമയത്താണ് വന്ന കുതിര സവാരിക്കാരൻ പറഞ്ഞു, അന റസൂലു അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ. നിങ്ങൾ നമസ്കാരത്തിൽ കൈകെട്ടിയിട്ടൊരായത്തോതിയില്ലേ? അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ. പീഡിപ്പിക്കപ്പെടുന്നവന്, പ്രതിസന്ധിയിലകപ്പെട്ടവൻ, പ്രാരാബ്ധത്തിന്റെ പടുകുഴിയിലായവൻ, ഏതെങ്കിലും സങ്കീർണതയുടെ നടുകടലായി പോയവൻ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിയാൽ അവന് ഉത്തരം കൊടുക്കുന്ന അല്ലാഹുവല്ലാതെ പിന്നെ ആരാന്നർത്ഥം വരുന്ന ഈ ആയത്ത് നിങ്ങൾ ഓതിയില്ലേ? ആയത്തിന്റെ ഉടമയായ അല്ലാഹുവിന്റെ ദൂതനാ. ഞാനൊരു മലക്കാണ്, അല്ലാഹു എന്നെ നിയോഗിച്ചതാണ്. ഇദാ ദഅൗത വലമ്മാ ദഅൗതൽ ഊലാ കുന്തു ഫിസ്സമായി സാബിആ. നിങ്ങൾ ആദ്യം അത് ഓതുമ്പോ ഞാൻ 7-ാം ആകാശത്തായിരുന്നു. രണ്ടാമത് നിങ്ങൾ ഫദഅൗത സാനിയത ഫകുന്തു ഫിർറാബിആ. രണ്ടാമത് നിങ്ങൾ ഓതുമ്പോൾ ഞാൻ 4-ാം ആകാശത്തെത്തി. വദഅൗത സാലിസത ഫകുന്തു ഫിൽ അർളി. നിങ്ങൾ വീണ്ടും 3-ാമത് ഓതുമ്പോ ഭൂമിയിൽ ഞാൻ വന്ന് കാലുകുത്തി. ഞാൻ പാഞ്ഞെടുത്തവനെ കൊല ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഈ വിജനമായ മരുഭൂമിയിൽ ആരാ സഹായത്തിനുള്ളത്? നമ്മളാണെങ്കിൽ അവിടെ നമ്മൾ അവന്റെ കാൽക്കൽ വീഴൂലേ? അതല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലൂലേ? നമ്മുടെ മനസ്സിൽ അല്ലാഹു അപ്പോഴും ഓർമ്മ വരുവോ? നമ്മൾ തന്നെ ചിന്തിക്കുന്നത്, അല്ലാഹനെ വിളിച്ചാലും ഇപ്പൊ ഇവിടെ എങ്ങനെ സഹായം കിട്ടാനാ? ഇവിടെ ഇപ്പൊ എങ്ങനെ സഹായം കിട്ടും? അല്ലാഹയെ വിളിച്ചാലും നമ്മുടെ യഖീൻ അത്രേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യൻ പഠിച്ചത് മുഴുവനും മറന്നുപോയി. ആവർത്തി ചോദിക്കൊണ്ടിരുന്നു, അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ, അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ, അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ. ആ 3-ാമത്തെ വിളിയിൽ മലക്ക് ഭൂമിയിൽ കാലൂന്നി കുതിര സവാരിക്കാരനെ കുന്തം കൊണ്ട് കുത്തിമലർത്തി. എത്ര ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് കാണാൻ കഴിയുന്നു സഹോദരങ്ങളെ. ഏതവസ്ഥയിലും അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയാൽ ഒരിക്കലും നമ്മളെ അല്ലാഹ് കൈവിടിയില്ല. അതുകൊണ്ട് വലമക്കും ബിദുആഇക റബ്ബി ശഖിയ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പടച്ചവന്റെ നേരെ കരങ്ങൾ നീട്ടിക്കോ.
അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ നമ്മുടെ സർവ്വസവുമാണ്. അദ്ദുആ മുഖ്ൽ ഇബാദ, ഇബാദത്ത് തന്നെയാണ്, ഇബാദത്തിന്റെ മജ്ജയാണ്, ഇബാദത്ത് തന്നെയാണ് ഈ ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, രണ്ടാമതായി നമ്മൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ഖുർആൻ മുന്നോട്ട് വെച്ച രണ്ടാമത്തെ കാര്യം വലം അകും ബിദുആഇക റബ്ബി ശഖിയ, ദുആയാണ്. അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. എന്ത് വേണോ ചോദിച്ചോളി. എന്താ നമുക്ക് ചോദിക്കാനുള്ളത്? എന്താ നമ്മൾ ചോദിക്കാനുള്ളത്? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു തആല അൻഹു പറയാൻ, മസ്ജിദുൽ ഹറമിൽ പരിശുദ്ധമായ കഅബ ആദ്യം കാണുമ്പോൾ ദുആ സ്വീകരിക്കും. നമ്മൾ എന്ത് ദുആ ചെയ്യണം? എന്ത് ദുആ ചെയ്യണം? ഇപ്പൊ ഹമീദ് അലി ശിഹാബ് തങ്ങൾ വന്നു, പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഈ സദസ്സിൽ വന്നപ്പോ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അവസരവുമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ എന്താ പറഞ്ഞേ? ഭാര്യയ്ക്ക് രോഗമുള്ളവരുണ്ട്, അതേ ആളിന് തന്നെ മക്കൾ പഠനത്തിന് പുരോഗതിയില്ലാത്തവരുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കച്ചവടം വഴിമുട്ടി നിൽക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടെ തങ്ങളോട് പറയാൻ പറ്റുമോ? അപ്പൊ ഒരു എളുപ്പ വഴിയുണ്ട്. അതാ ഞാൻ പറയുന്നത്, സ്വാലിഹീങ്ങളെ കാണുമ്പോ അവരോട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ദുആ വസിയത്തുണ്ട്. എന്താണ്? വലിയ വലിയ മഹാന്മാരെയൊക്കെ കണ്ടാൽ നമ്മുടെ കാര്യങ്ങൾ മൊത്തവും പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയം ഉണ്ടാവൂല, അവർക്ക് തിരികെ കേൾക്കാനുള്ള സമയം ഉണ്ടാവൂല. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ വരുമ്പോ, ഇവിടെ ഇപ്പൊ വേറൊരു സ്ഥലത്ത് നിന്നാ വന്നെന്ന് തോന്നുന്നു പരിപാടിക്ക്, അല്ലെ? ഞങ്ങൾ ഇവിടെ വന്ന് വേറെ പരിപാടി കഴിഞ്ഞിട്ടാ കേരളത്തിലാണെങ്കിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ പാണക്കാട് കുടുംബത്തിലെ അനുഗ്രഹീതരായ സാദാത്യങ്ങൾ വരുമ്പോ 6ഉം 7ഉം 8ഉം പരിപാടികളാണ്. ഒരു സ്ഥലത്ത് പരിപാടിക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് വരും, അടുത്ത പരിപാടി സ്ഥലത്തെത്തുമ്പോഴേക്ക് പ്രസംഗം കാൽഭാഗമായിട്ടുണ്ടാവും. ഏത് പ്രഭാഷകനാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇതുവരെയും ഒരു സയ്യിദിനെയും സദസ്സിലിരുത്തി ഒരിക്കലും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അവർ സദസ്സിൽ എത്തിക്കഴിഞ്ഞാൽ സംഘാടകർ പ്രസംഗിച്ചോളി ഉസ്താദ് എന്ന് പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കില്ല. കാരണം സയ്യിദുമാർ ഉദ്ഘാടനം ചെയ്ത് ബറക്കത്ത്, അവര് ഒരു ബറക്കത്ത് നൽകിയിട്ട് പോട്ടെ, ബാക്കി നമുക്ക് പ്രസംഗിക്കാമല്ലോ. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അടുത്ത പ്രഭാഷകൻ പകുതിയായിട്ടുണ്ടാവും. അവിടെയും ഇതുപോലെ തന്നെ അവസാനം ഏറ്റവും ഒടുവിൽ ചെല്ലുന്നത് പരിപാടി കഴിഞ്ഞിട്ട് ദുആക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാവും. ഇങ്ങനെ ഓടി ഓടി വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകുന്ന സാദാത്യങ്ങളോട് വഴിയരികിൽ കാത്തു നിന്നിട്ട് ഭാര്യയുടെ രോഗം മാറണം, മക്കൾക്ക് പഠിപ്പുണ്ടാകണം, എന്റെ കച്ചവടം നടക്കണം, ഉമ്മാക്ക് സുഖമില്ല, വാപ്പാക്ക് തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയം ഉണ്ടാവൂല. അപ്പൊ ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമുക്കൊരു എളുപ്പ വഴിയാണ് ഈ പറയുന്നത്. എന്താണ്? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പരിശുദ്ധമായ കഅബ ആദ്യം കാണുമ്പോൾ ദുആ അല്ലാഹു സ്വീകരിക്കും. എന്തൊക്കെ പറയും? ഒറ്റ കാര്യം നമ്മൾ ദ്വാരക്കുക. വലിയ വലിയ മഹത്തുക്കളെ കാണുമ്പോ അവരോട് നമുക്ക് ദുആ ചെയ്യാൻ പറയാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ഒരു കാര്യം പറയുക. ഒരുപാട് പറയാനുണ്ട് തങ്ങളെ. എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കുക. എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്ക്. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. പറയാനുള്ളത് എന്റെ ദുആ സ്വീകരിക്കാൻ റബ്ബിനടുത്തൊന്നും പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഏതെങ്കിലും ഒരു നേതാവ് വന്നിരിക്കുമ്പോ ഓരോരുത്തർ കയറി കാര്യങ്ങൾ പറയാൻ, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുണ്ട്, അദ്ദേഹത്തോട് പറയണം. അപ്പൊ നമ്മൾ പറയുന്നതെല്ലാം ക്ഷമയോടെ അദ്ദേഹം കേട്ട് നിൽക്കില്ല. നമ്മൾ അദ്ദേഹത്തോട് പറയാ, എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല, എനിക്കൊന്നൊരു ചെറിയ അവസരം ഉണ്ടാക്കിത്താ, ഞാൻ കയറിയിട്ടെല്ലാം പറഞ്ഞോളാം എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്യങ്ങൾ, പണ്ഡിതന്മാര്, സാലിഹീങ്ങളെ കാണുമ്പോ എല്ലാം വിവരിച്ചു കൊടുക്കാൻ നിൽക്കരുത്. പറയണം. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്റെ ദുആ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കി എല്ലാം ഞാൻ റബ്ബിനോട് പറഞ്ഞോളാം. എത്ര എളുപ്പമാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ വാക്കാണ്. എന്റെ സഹോദരങ്ങളെ, എന്തുണ്ടെങ്കിലും അല്ലാഹു സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷെ അത്ര യഖീൻ നമുക്ക് ഉണ്ടാകണം.
അത്ര യഖീനുണ്ടെങ്കിലേ നമ്മുടെ ദുആ സ്വീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ പോയി. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഹാബിയായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു രോഗം കഠിനമായി, സഹാബിയാണ് രോഗം കഠിനമായി മൂർച്ഛിക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് ഇന്നലി ബനീന സിഗാറാ, പടച്ചവനെ എന്റെ മക്കളൊക്കെ കുഞ്ഞുങ്ങളാ, എന്റെ മക്കളൊക്കെ ചെറിയ മക്കളാണ് റബ്ബേ, ഫഅഖിറനിൽ മൗത്ത്, അതുകൊണ്ട് ഉടനെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. രോഗം കഠിനമായി കിടന്നപ്പോ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആരക്കുകയാ, പടച്ചവനെ എന്റെ മക്കളൊക്കെ കുഞ്ഞു മക്കളാണ്, ഇപ്പൊ ഞാൻ മരിച്ചുപോയ എന്റെ മക്കൾക്ക് ആരും ഇല്ല അല്ലാഹ്, അതുകൊണ്ട് തൽക്കാലം എന്നെ നീ ഇപ്പൊ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹ് കേട്ടില്ലേ? പടച്ചവനെ എന്റെ പൊന്നുമക്കൾ കുഞ്ഞുമക്കളെ പ്രായപൂർത്തി എത്തിയിട്ട് നീ എന്നെ മരിപ്പിച്ചോ അല്ലാ. അവധിയും കൂടി പറയുകയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, എന്റെ മക്കള് പ്രായപൂർത്തിയാകുന്നത് വരെ എന്നെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഫഅഖറല്ലാഹു അൻഹു 20 സന, അല്ലാഹു 20 വർഷത്തേക്ക് അല്ലാഹു തആല ആയുസ് നീട്ടിക്കൊടുത്തു. 20 വർഷം അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു. ആലോചിച്ചേ, അത്രയും ഉറപ്പുണ്ട് ചോദിക്കാൻ, അത്രയും ഉറപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തു. അല്ലാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നീട്ടുന്നില്ല. 2, ദുആ കൊണ്ട് നമുക്കൊരിക്കലും പരാജയം സംഭവിക്കില്ല. ഇനി മൂന്നാമത്തേത് ശ്രദ്ധിച്ചോളി. മൂന്നാമത്തേത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, മറിയം എന്ന അധ്യായത്തിന് തൊട്ട് മുമ്പുള്ള സൂറയാണ്. അല്ല, മറിയം എന്ന അധ്യായം കഴിഞ്ഞുള്ള അധ്യായമാണ് സൂറത്തു ത്വാഹ. ആ സൂറത്തു ത്വാഹയുടെ പ്രാരംഭം തന്നെ അല്ലാഹു തആല പറയുന്നതെന്താ? ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. മൂന്നാമതാകട്ടെ പ്രിയപ്പെട്ടവരെ, മുറുകെ പിടിച്ചാൽ അല്ലാഹു തആല ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്ന് പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഏതെന്നറിയോ? ഒന്ന് മാതാപിതാക്കളാണ്, 2 ദുആയാണെങ്കിൽ മൂന്നാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. ഖുർആൻ മുറുകെ പിടിച്ചാൽ എങ്ങും നിങ്ങൾ പരാജയപ്പെടില്ല. വഹിയിന്റെ ആദ്യ നാളുകളിൽ അല്ലാഹുവിന്റെ റസൂൽ വഹിയിന്റെ സന്ദേശം വരുമ്പോ പാതിരാത്രികളിൽ നിന്ന് നമസ്കരിച്ച് കാല് നീര് വന്ന് ഊതി വീർക്കുന്ന സമയത്ത് ശത്രുക്കള് പറഞ്ഞു വരത്തി എന്താണെന്നറിയോ? മുഹമ്മദിന് നാശമെടുത്തിരിക്കുകയാ. കാരണം മുഹമ്മദിന് വഹി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ ശരീരം കണ്ടോ എത്ര നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. നിന്ന് നമസ്കരിച്ച് കാലല്ല ഊതി വീർത്തിരിക്കുകയാ. ഇന്ന് കാല് ആനയുടെ കാല് പോലെ വലിപ്പം വന്നിരിക്കുകയാണ്, നീരടിച്ചിരിക്കുകയാ. ഇന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സൊന്ന് വേദനിച്ചു. ആ സമയം അല്ലാഹു ഇറക്കുകയാണ്, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. ഒരിക്കലും ഖുർആൻ അങ്ങക്ക് പരാജയം സംഭവിക്കാനല്ല. ഖുർആൻ കൊണ്ടങ്ങ് പരാജയപ്പെടില്ല. ഖുർആൻ മുറുകെ പിടിച്ചെന്ന് കരുതി ഒന്നും അങ്ങ് പരാജയപ്പെടില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ പറയുമ്പോൾ ഇന്ന് സമുദായത്തിന് പറ്റി ഏറ്റവും വലിയ അപചയമേതെന്നറിയോ? ഏറ്റവും വലിയ പരാജയമേതെന്നറിയോ? ഖുർആൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാ. സഹോദരാ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ രാവിലെ ആദ്യമായി ആരംഭിക്കേണ്ട ഇബാദത്ത് ഏതാണ്? ഖുർആനിലൂടെയാണ്. ആദ്യ രാത്രി കിടന്നുറങ്ങിയിട്ട് പകലിലെ ആദ്യത്തെ ആരാധന ഖുർആനായിരിക്കണം, അല്ലേ? ആദ്യം ഖുർആനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവസാനം രാത്രി കിടക്കാൻ നേരത്ത് അവസാനത്തെ അമല് ഖുർആനായിരിക്കണം. എത്ര പേര് ഖുർആൻ ഓതുന്നുണ്ട്? ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വാർത്തകളാണ് ഫേസ്ബുക്കിലുള്ളതെങ്കിൽ പോലും
എവിടെയോ ആരോ ഒരു ചെറിയൊരു കുറിപ്പ് ആരാ എഴുതിയതെന്ന് എനിക്കറിയില്ല. അതൊരു കള്ളത്തരമാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും അത് വലിയൊരു മെസ്സേജ്, സന്ദേശം കൈമാറുന്നുണ്ട്. വീടിന്റെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് പള്ളിയിലെ ഇമാമിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. മലയാളം ആയതുകൊണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടാവൂല. ലൈവ് കാണുന്നവരൊക്കെ അവർ വായിച്ചവരായിരിക്കും. പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിൽ പള്ളിയിലെ ഇമാമിനെ കൊണ്ടുവന്ന് ഒരു ദുആ ചെയ്യിപ്പിച്ചു. ഉമ്മയുടെയോ ഉപ്പയുടെയോ 1ാമത്തെ ആണ്ടിനാണ്. നല്ല വലിയൊരു എമൗണ്ട്. ആ എമൗണ്ട് ഈ ഇമാമ് ദുആ ചെയ്തതിന്റെ അടുത്തുണ്ടായിരുന്നു. ഇമാമ് ഭക്ഷണം കഴിച്ച് പോയപ്പോ ഈ പണം കാണാനില്ല. വായിച്ചാ അതിന്റെ തർജിമ മലയാളത്തിലെ എഴുത്താണെങ്കിലും അത് കന്നഡ ഭാഷയിൽ അതിന്റെ തർജിമ ഉണ്ടായിരുന്നു എന്നാണ്. പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഉമ്മാന്റെ ആണ്ടിന് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുവന്ന് ഓദിപ്പിച്ചു. ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ചു പോയി. ആ വലിയ തുക കാണാനില്ല. ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മേലിൽ ഇവറ്റകളെ വീട്ടിൽ കയറ്റരുത്. എന്താ സംഭവം? വലിയ ഒരു എമൗണ്ട് അത് കാണാതെ പോയിരിക്കുകയാണ്. അത് നഷ്ടം വന്നിരിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെ പള്ളിയിൽ പോകുമ്പോ ഈ ഭർത്താവ് ഉസ്താദിനോട് ചോദിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ കൊല്ലം ആണ്ടിന് എങ്ങനെ വാപ്പയുടെ ആണ്ട് നടത്താതിരിക്കും? ഉസ്താദിനെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. ഭാര്യ പറഞ്ഞു, അയാൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കില്ല. എന്നാൽ ഇനിയിപ്പോ എന്തായാലും ചോദിച്ചിട്ട് തന്നെ കാര്യം. ഉസ്താദിനോട് കാര്യം പറഞ്ഞു. കഴിഞ്ഞ വർഷം നിങ്ങൾ ആണ്ടിന് വരുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തന്ന് നിങ്ങൾ കഴിച്ചു പോയതിനു ശേഷം ഇവിടെ നിന്നൊരു തുക മോഷണം പോയി. വേറെ ആരും എടുക്കില്ല. കാരണം നിങ്ങൾക്ക് ഓതാൻ തന്ന ആ മൗലിദ് കിതാബിന്റെ അടിയിലോ അതിന്റെ സൈഡിലോ ഒക്കെ ഉണ്ടായിരുന്ന പൈസയാണ് കാണാതെ പോയി. അദ്ദേഹം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഞാനത് അപ്പോഴേ എടുത്ത് ഖുർആന്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഖുർആൻ അലമാരയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ ഞാൻ ആ പൈസ വെച്ചിരുന്നല്ലോ. ആരുടെയെന്ന് അറിയാത്തത് കൊണ്ട് അവിടെ തന്നെ വെച്ചിരുന്നല്ലോ. ഓടിച്ചെന്ന് ഭർത്താവ് അലമാര തുറന്നിട്ട് ഖുർആൻ ഉയർത്തി നോക്കുമ്പോൾ പൈസ അങ്ങനെ തന്നെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ ഇമാമ് പറഞ്ഞു, നിങ്ങളുടെ ഈ പണം പോയതിന്റെ പേരിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയതിൽ എനിക്ക് വിഷമമില്ല. അത് മനുഷ്യ സഹജമായി ഉണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുകയാ. ഒരു വർഷമായി ഈ വീട്ടിൽ ഖുർആൻ തൊട്ടിട്ടില്ല. ഒരു കൊല്ലമായി ഈ വീട്ടിൽ ഖുർആൻ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ ഈ ഖുർആന്റെ അടിയിലിരിക്കുന്ന നോട്ട് നിങ്ങൾ കാണുമായിരുന്നല്ലോ. അന്ന് ഞാൻ വെച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദ്, ആ മതപണ്ഡിതൻ, മഹല്ല് ഖതീബ് ആ വീട്ടുകാരനെ ആക്ഷേപിച്ചു എന്ന് ഒരു ഫേസ്ബുക്കിലെ ഒരു മെസ്സേജ്, സന്ദേശം നമ്മുടെയൊക്കെ വായിച്ചവരാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വീട്ടിലാ ഖുർആൻ ഓതുന്നവരുള്ളത്? പണ്ട് കാലങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഏതെങ്കിലും സമയമുണ്ടായിരുന്നോ? മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ വീടുകളിലും മക്കളും കുടുംബക്കാരും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതിയിരുന്ന കാലം മാറി. ഖുർആൻ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമുക്ക് പരാജയം സംഭവിക്കൂല. ഒരിക്കലും പരാജയം സംഭവിക്കൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടക്കുകയാണ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ കടന്നു വരുന്നു. ആരാ? മദീനയുടെ ഭരണാധികാരി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരികയാ. അദ്ദേഹം സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാ. കടന്നു വന്നിട്ട് കുറച്ച് പണം കൊടുക്കുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു,
മരിക്കാൻ കിടക്കുന്ന എനിക്കെന്തിനാണ് പണത്തിന്റെ ആവശ്യം? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് അനുവദിച്ചതാ, ഇത് സർക്കാരിന്റെ വകയായി നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. ഉസ്മാൻ തങ്ങളുടെ മറുപടി കേട്ടിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരികെ ചോദിക്കുകയാ, മരിക്കാൻ കിടക്കുന്ന എനിക്കെന്തിനാണ് കാശ്? ഏത് നിമിഷവും എന്റെ മരണം സംഭവിക്കാം, പിന്നെ ഈ പണം കൊണ്ട് എനിക്ക് എന്ത് നേടാനാണെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കല്ല, നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകരിക്കുമല്ലോ, നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകരിക്കുമല്ലോ, അതുകൊണ്ട് വെച്ചേക്കുക എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി, എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരൂല, എന്റെ പെൺമക്കള് പരാജയപ്പെടൂല, എന്റെ പെൺമക്കൾക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പരാജയം വരില്ല, എന്റെ പെൺമക്കൾക്ക് കടം വരൂല, അതെനിക്ക് ഉറപ്പുണ്ട് തങ്ങളെ, അതുകൊണ്ട് പണം തിരികെ കൊണ്ടുപോയെന്ന് പറയുകയാ. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, പണം ഞാൻ തിരികെ കൊണ്ടുപോകാം, പക്ഷേ നിന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരില്ലെന്ന്, നിന്റെ മക്കൾക്ക് ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസം വരില്ലെന്ന് നിനക്ക് എന്താ ഉറപ്പ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞതെന്തെന്നറിയോ? പോടാറെന്ന് കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അടിവരയിട്ടുകൊണ്ട് ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ആരൊരാളുടെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ടോ, രാത്രി കാലങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഏതൊരു വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതുന്നുണ്ടോ, ലം തുസിബഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവിടെ പരാജയം സംഭവിക്കൂല, ഒരിക്കലും അവിടെ ദാരിദ്ര്യം വരൂല എന്ന് എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്റെ പെൺമക്കൾ മുടക്കിയതായി എനിക്ക് ഓർമ്മയില്ല ഉസ്മാൻ തങ്ങളെ, ഒരു ദിവസം പോലും എന്റെ പെൺമക്കൾ എന്റെ വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതാതിരുന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്റെ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന്. മരണക്കിടക്കയിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ നാളെ എന്താകുമെന്ന് ആശങ്കപ്പെടുന്ന പിതാക്കന്മാരാ നമ്മള്. പക്ഷേ മരണക്കിടക്കയിൽ നാളെ എന്റെ പെൺമക്കൾക്ക് ഒരു പരാജയവും അപജയവും സംഭവിക്കില്ല എന്ന് ധീരമായിട്ട് മരണാസനായി കിടന്നപ്പോൾ വിളിച്ചു പറഞ്ഞത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനോമുഖരത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ, ആ ഖുർആൻ മുറുകെ പിടിച്ചാൽ ഒരിക്കലും സാമ്പത്തികമായ ദാരിദ്ര്യമോ മാനസികമായ പ്രശ്നങ്ങളോ ഏതെങ്കിലും ശാരീരികമായ തകർച്ചകളോ ഉണ്ടാകില്ല എന്ന ഉറപ്പിന്മേലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എത്ര വീട്ടിൽ സൂറത്ത് വാഖിഅ ഓതുന്നുണ്ട്? എത്ര വീട്ടിൽ ഓതുന്നുണ്ട്? ഇന്നത്തെ രാത്രി മുതൽ ഓദിക്കോ. ഇസ്ലാമിന്റെ രീതി, ഭർത്താക്കന്മാര് പുരുഷന്മാര് ജോലിക്ക് പോകണം, വീട്ടിലെ ഭാര്യമാര് സൂറത്തുൽ വാഖിഅ ഓതി ദുആ രക്കണം. സഹാബാക്കൾ അവരുടെ പെൺമക്കളെയാണ് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചത് കൂടുതൽ. കാരണം വീട്ടിലിരുന്ന് വൈകുന്നേരം രാത്രി ഭാര്യമാർ, പെങ്ങന്മാർ, ഉമ്മമാർ അവർ സൂറത്തുൽ വാഖിഅ ഓതട്ടെ. ആങ്ങളമാർ, ബ്രദർമാർ, ഭർത്താക്കന്മാർ, ആൺമക്കൾ, വാപ്പമാർ അവരധ്വാനിക്കട്ടെ. ഇന്നിപ്പോ നേരെ തിരിച്ചാണ് സമൂഹം. വീട്ടിലിരുന്ന് ഭർത്താവ്, വാപ്പ, സഹോദരൻ, മോൻ സൂറത്ത് വാഖിഅ ഓതും, മോളോ ഉമ്മയോ ഭാര്യയോ ഒക്കെ കച്ചവടത്തിന് വെളിയിലായിരിക്കും. അല്ലാഹു കാക്കട്ടെ തല തിരിഞ്ഞു പോയ സംസ്കാരം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ മുറുകെ പിടിക്കുന്നതിലൂടെ നമ്മൾ എങ്ങും പരാജയപ്പെട്ടു പോകില്ല. മൂന്നാമത്തെ കാര്യം അതാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. 1 മാതാപിതാക്കളാണ്, 2 ദുആയാണ്, 3 ഖുർആൻ മുറുകെ പിടിക്കലാണ്. ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. മരിക്കാൻ നേരത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അനാഥമാക്കിയിട്ട് പോകുന്നില്ല, ഞാൻ നിങ്ങളെ അനാഥരാക്കിയിട്ട് പോകുന്നില്ല. തറക്തു ഫീക്കും അംറൈൻ, ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് പോവാം. എന്റെ പ്രിയപ്പെട്ടവരെ, 2 കാര്യം മുത്തുനബി നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങളത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകില്ല. കിതാബ് അല്ലാഹ്, ഒന്ന് പരിശുദ്ധ ഖുർആൻ, വസുന്നത്ത് റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 നബിതങ്ങളുടെ ചര്യ അല്ലാഹു നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളിലും സുന്നത്ത് ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളിലും സുന്നത്തായ ജീവിതമാകണം. കഴിക്കുന്നതിലും നടക്കുന്നതിലും ഒക്കെ സുന്നത്തായ രീതി.
അങ്ങനെ നമ്മൾ മുറുകെ പിടിച്ചാൽ ലോകത്തൊരു ഭരണാധികാരികൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഉന്നതമായ ഇസ്സത്ത് അള്ളാഹു ഈ മുസ്ലിം ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പോയി അഡ്രസ് പോയി സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ അഡ്രസ് പോയിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഷിർക്കിന്റെ കോട്ടകളിൽ പോവുക, ഷിർക്കിന്റെ കോട്ടകളിൽ പോയി പച്ച ഷിർക്ക് ചെയ്യുക. എന്തൊരവസ്ഥയാണ്! അള്ളാഹു ബോധം നൽകട്ടെ. പണം, പണം, അധികാരം, പണം, പ്രശസ്തി, പവർ, ദുനിയാവ്, ഇതാണ് എല്ലാവർക്കും വേണ്ടത്. ആഖിറ ആർക്കും വേണ്ട, പരലോകം ആർക്കും വേണ്ട. പക്ഷേ നിങ്ങൾ പരാജയത്തിലേക്ക് പോകും. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ ഖുർആനാണ്, അവന്റെ ഗ്രന്ഥമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നാലാമതായി അള്ളാഹ് പറയുന്നു, നാലാമതായി പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് മാതാപിതാക്കൾ, രണ്ട് ദുആ, മൂന്ന് ഖുർആൻ. നാലാമതായി അള്ളാഹ് പറയുകയാണ്, ഫമനിത്തബഅ ഹുദാ ഫലാ യളില്ലു വലാ യസ്ഖാ. ആരാണോ ഹുദയെ പിൻപറ്റുന്നത്, അള്ളാഹ് പറയുന്നു, എന്റെ ഹുദയെ ആര് പിൻപറ്റുന്നുണ്ടോ, ഫലാ യളില്ലു വലാ യസ്ഖാ, അവനൊരിക്കലും പരാജയപ്പെട്ടു പോകില്ല, അവനെ തളർന്നു പോകില്ല. എന്റെ സമൂഹമേ, ഹുദയെ പിൻപറ്റണം. ആരുടെ ഹുദയാ പിൻപറ്റേണ്ടത്? 17 പ്രാവശ്യം നിർബന്ധമായി അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ ഹുദയെ? കൈകെട്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നീ റഹ്മാനാണ്, റഹീമാണ്, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും സംരക്ഷകൻ നീയാണ്. അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്തുതിയും. അർ-റഹ്മാനിർ റഹീം, നീ റഹ്മാൻ റഹീമുമാണ്. മാലിക് യൗമിദ്ദീൻ, നാളത്തെ പരലോകത്തിന്റെ കോടതിയിൽ നീയാണ് പടച്ചവനെ, രാജാവ്, അധിപൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് നിന്നോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നു പടച്ചവനെ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ 17 പ്രാവശ്യം നിർബന്ധമായി നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നു. സുബഹിക്ക് 2, ളുഹറിന് 4, അസറിന് 4, മഗ്രിബിന് 3, ഇശാക്ക് 4. ഈ 5 വഖത്തുകളിലായി നമ്മൾ 17 പ്രാവശ്യം നിർബന്ധമായി അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. ആ ഹിദായത്ത് തരണേ എന്ന് ചോദിക്കുന്ന നമ്മളോട് അല്ലാഹ് പറയുന്നു, ഫമനിത്തബഅ ഹുദായി, എന്റെ ഹുദ, അതാ നിങ്ങൾ ചോദിക്കുന്ന ഹിദായത്ത്, നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഹിദായത്ത്, ആ ഹുദയെ പിൻപറ്റിയാൽ ഫലാ യളില്ലു വലാ യഷ്ഖാ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. അത് ആരുടെ വഴിയാണ്? ആരുടെ വഴിയാണ്? നമ്മൾ 17 പ്രാവശ്യം ചോദിച്ചാൽ മാത്രം പോരാ, അത് ആരുടെ വഴിയാണെന്ന് കൂടി പഠിക്കണ്ടേ. ആരുടെ വഴിയാണ്, ആരുടെ വഴിയല്ല. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്നത് നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. അവരാരാണ്? മിനസ്സുദ്ദീഖീന, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളുടെ പാതയാ. ആരുടെ പാതയല്ല? ഗൈരിൽ മഗ്ലൂബ്, ജൂതന്മാരുടെ പാതയല്ല. അല്ലാഹുവേ, നിന്റെ കോപത്തിനിരയായവരുടെ പാതയല്ല. നസ്രാനികളുടെ, നസാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ പാതയുമല്ല. നീ പിഴപ്പിച്ചവരുടെ പാതയല്ല. അല്ലാഹു തആല ഈ കോപത്തിനിരയായവരെന്ന് പറഞ്ഞവര് ജൂതന്മാരെ പറ്റിയാ. അല്ലാഹു തആല പിഴച്ചവരെന്ന് പറഞ്ഞത് നസ്രാനികളെ പറ്റിയാ. അഥവാ ജൂദായിസത്തിന്റെയും നസ്രാനിസത്തിന്റെയും പാതയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൂരത്താകേണ്ടതുണ്ട്. ആ പാത അല്ലാഹു തആല പിഴച്ച പാതയാക്കിയിരിക്കുകയാ. നമുക്ക് വേണ്ടത് നബിമാരുടെ പാതയാ, സുദ്ദീഖീങ്ങളുടെ പാതയാ, ശുഹദാക്കളുടെ പാതയാ, സാലിഹീങ്ങളുടെ പാതയാ, ജൂതനസാറാക്കളുടെ പാതയല്ല. സഹോദരാ, ഒരിക്കലും ജൂതന്മാരെ അനുസരിക്കാൻ പാടില്ല. ജൂതന്മാരെ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. അവരോട് രാജിയാകാൻ, അവരോട് താദാത്മ്യം പുലർത്താൻ, അവരോട് കൃത്യമായി നമ്മൾ നമ്മുടെ ആരാധനകളിൽ പോലും അവരെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇബാദത്താണെങ്കിൽ പോലും ജൂതന്മാരോട് നമ്മൾ എതിരാകണമെന്ന് ഹബീബെ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ